ആഘോഷങ്ങൾ എന്ത് തന്നെ ആവട്ടെ, പക്ഷേ എക്സസൈസ് മസ്റ്റാണ്. ഇതെൻ്റെ റെഗുലർ റുട്ടീനാണ്. കാലത്ത് ഈ എക്സസൈസ് ചെയ്തിട്ട് എയറോബിക്സ് ആണത്. അത് ചെയ്തിട്ടാണ് വേറെ പണികൾക്ക് ഞാൻ നിൽക്കാറുള്ളൂ കേട്ടോ. ഹായ്, വെൽക്കം ടു അവർ ചാനൽ മൈ ഹോബി ഫാമിലി. ഞാൻ ജയശ്രീ. ഇന്ന് ഇപ്പോൾ അത് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്താ ഫുള്ള് വേർപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എല്ലാവരുടെ ജീവിതത്തിലും ഒരു നമുക്ക് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവും അല്ലേ? അതിപ്പോൾ ബർത്ത്ഡേ ആവാം, അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആവാം, പാരൻസിൻ്റെ ബർത്ത്ഡേ ആവാം, പിന്നെ ആരുടെയാ മക്കളുടെ ബർത്ത്ഡേ ആവാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവുമല്ലോ. ഒരു നമ്മുടെ ഒരു ലൈഫിൽ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവും. അതേപോലുള്ള ഒരു സ്പെഷ്യൽ ഡേ, വൺ ഓഫ് മൈ സ്പെഷ്യൽ ഡേയ്സ്, ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ബർത്ത്ഡേ നോക്കാൻ ഞാൻ, അതായത് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. എൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ എങ്ങനെ സ്പെഷ്യൽ ആവണമെന്ന് വെച്ചാൽ, എല്ലാ ബർത്ത്ഡേയും നമുക്ക് സ്പെഷ്യലാണ്. ഓരോ വർഷം നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്ന ദിവസം എന്നാണല്ലോ. അപ്പോൾ മനോഹരമായ ഈ കാഴ്ചകളും, എനിക്ക് ഒരുപാടൊന്നും പറയാനറിയില്ല. ഇപ്പം ഞങ്ങൾക്ക് വായിൽ വരുന്നത് ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം പാരൻസിനെ കാണുന്നു, പിന്നെ നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല കാര്യങ്ങളും കേൾക്കാനും കാണാനും ഒക്കെ കഴിയണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ അത് ഓരോ വർഷമാകുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം നമുക്ക് സ്പെഷ്യലാണ്. അത് വേറെ വിഷയം അല്ലേ. നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ദൈവമേ ഇന്ന് എഴുന്നേക്കാൻ പറ്റിയില്ലോ, ഇന്ന് കാണാൻ പറ്റിയില്ലോ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എല്ലാവരും എഴുന്നേൽക്കുന്നതും ബാക്കിയുള്ള പണികളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നതും അല്ലേ, എല്ലാ കാര്യങ്ങളും നമ്മൾ നിറവേറ്റുന്നതൊക്കെ. അപ്പോൾ എന്താ പറയുക, അതെ, സോറി കേട്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ പറയുമ്പോൾ കുറച്ച് നീണ്ടു പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ശരി, സത്യമാണത്, ഞാൻ എഗ്രി ചെയ്യണു. കുറച്ച് നീണ്ടു പോകാറുണ്ട് ഇൻട്രൊഡക്ഷനൊക്കെ. പക്ഷെ അതെന്താണെന്നറിയോ, അതിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും സംസാരിക്കാൻ ഇഷ്ടമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ്. എൻ്റെ 40th ബർത്ത്ഡേ ആണ്. പക്ഷെ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്റ്റാർ ആണ് നമ്മളൊക്കെ നോക്കുക. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ എന്നാലും അതൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ ഡിയർ ജയശ്രീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. വട്ടാണെന്ന് വിചാരിക്കരുത്. ആദ്യം നമുക്ക് തന്നെയാണ് വിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വിഷ് ചെയ്തതാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ ഈ 40 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ ഒന്നും, ഇപ്പോൾ ഏതോ സിനിമയിൽ മോഹൻലാൽ സാർ പറഞ്ഞ പോലെ സംഗീത മഹാസാഗരം പോലെയാണെന്നൊക്കെ പറഞ്ഞ പോലെയാണ് ജീവിതം. അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊന്നും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അല്ലേ. നമുക്കൊന്നും എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡ്സ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 40 വയസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ അറിഞ്ഞത്, എന്താണ് ഞാൻ നേടിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങളുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതമല്ലേ. അപ്പോൾ അതിൽ നമുക്ക് വിഷമിക്കേണ്ട മൊമെന്റ്സ് അല്ലെങ്കിൽ വിഷമിക്കേണ്ട സമയങ്ങൾ നമുക്ക് മറക്കാൻ ഒരിക്കലും പറ്റില്ല. അത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അതന്നെ ആലോചിച്ചിട്ട് നമ്മൾ ഇരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിന്റെ ഒരു കോണിൽ ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു, ആരൊക്കെ വേർപെട്ടു പോയി, അതൊക്കെ നമ്മുടെ ഈ മനസ്സിന്റെ ഈ സൈഡിൽ ഇരിക്കട്ടെ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ, എനിക്ക് ഇത്രയും വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയും സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സങ്കടത്തിന്റെ സമയത്ത് എനിക്ക് അത് അതിജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള കഴിവ് അല്ലെങ്കിൽ ശക്തി തരുന്ന ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം അല്ലെ. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ആ വിഷമത്തിന്റെ ദിവസങ്ങളോ നിമിഷങ്ങളോ മറക്കാൻ കഴിയില്ല. അത് മനസ്സിന്റെ ഒരു കോണിലിരിക്കട്ടെ. ഏതോ ഒരു കുട്ടി കരയുന്നുണ്ട്, അത് ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ വെരി സോറി. തൊട്ട വീട്ടിലെ ഏതോ ഒരു കുട്ടി കരയാണ്. അപ്പോൾ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് ആലോചിക്കാം. എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അപ്പം എനിക്ക് എന്തായാലും എൻ്റെ ഓവറോൾ ഈ ലൈഫിൽ നോക്കുമ്പോൾ എനിക്ക് വിഷമങ്ങൾ എന്തായാലും ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമുക്ക് മറന്നിട്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കാം. എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നതിന് ഒരുപാട് നന്ദി പറയണം ദൈവത്തിനോടും പാരൻസിനോടും എൻ്റെ സിസ്റ്റേഴ്സിനോടും. ഇപ്പോൾ 22 വർഷം പറയുമ്പോൾ ഏകദേശം അതേ നമ്മൾ നാട്ടിലെ പാരൻസിൻ്റെ കൂടെ നിന്ന ഏകദേശം അതേ ഒരു കാലയളവ് തന്നെയാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പം എനിക്ക് എൻ്റെ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ഒരുപാട് എനിക്ക് സന്തോഷം
സന്തോഷമല്ല, അതിലും ചകടൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുട്ടി കുട്ടി ചകടാസ്. അപ്പോൾ എന്നാലും നമുക്ക് സന്തോഷങ്ങൾ തന്നെയാണ് ഒരുപാട് തന്നിട്ടുള്ളത് ഹസ്ബൻഡ്, അതേപോലെ ദൈവം. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള എൻ്റെ പേരൻസ്, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ്സ്, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ മക്കള്, എല്ലാവരും എനിക്ക് വിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്കൊരു കോളേജ് ഗ്രൂപ്പുണ്ട്, കോളേജ് ടൈമിലത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, 10th വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അവരെല്ലാ ഫ്രണ്ട്സും എനിക്ക് ഒരുപോലെ വാല്യുബിൾ ആണ്. അവർ രണ്ടുപേരും, 2 ഗ്രൂപ്പ്സും, അതായത് 10th കോളേജും. അപ്പോൾ അവരും ഒരുപാട് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എനിക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ എന്താ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒന്നും സെലിബ്രേഷൻസ് ഒന്നുമില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മൂത്തമ്മൻ എൻ്റെ കൂടെ ഇല്ല, അവൻ കോയമ്പത്തൂരാണ്, കോളേജിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നും എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ ഉണ്ടെങ്കിലാണ് പിന്നാലെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും മമ്മി എന്നൊക്കെ പറയാം. അപ്പോൾ അവനില്ല. എന്തായാലും ഞാനതൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. പിന്നെ ഈ എക്സസൈസ് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കാൻ കാരണമൊന്നുമില്ല. എക്സസൈസ് മസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെയാണ് ഞാനത് കാണിച്ചത് കേട്ടോ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഏത് എക്സസൈസാണ് ചെയ്യുന്നത്. എനിക്ക് വരും എൻ്റെ കൂടെ ഒരു ഇന്നത്തെ ഡേയ്സിൽ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു വരും. അപ്പോൾ എയറോബിക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ജിമ്മിൽ പോയിട്ടാണ് ചെയ്യാറുള്ളത്. ജിമ്മിൽ പോവാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ചെയ്യാറുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. കമ്പൾസറി ഞാൻ ചെയ്യാറുണ്ട്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 3 വർഷം മുമ്പ് 90 കിലോ ആയിട്ട് പോയതാണ് ഞാൻ ആ ജിമ്മിലേക്ക്. 90 kg ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുറുക്ക് വഴികൾ, അതായത് ഇൻടേക്ക്, എന്താ പറയാ, സപ്ലിമെന്റ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്താ പറയാ, ഓരോ നിറയെ ഉണ്ടല്ലോ അങ്ങനെ, നമ്മൾ ഈസി വേ കൂടെ നമ്മുടെ തടി ഇങ്ങനെ കുറയ്ക്കാം എന്നുള്ള കുറെ ഇതിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. മിസ്ലീഡ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് എങ്ങനെയും തടി കുറഞ്ഞാൽ മതി എന്നായിരുന്നു. ഈ 40 years, ഐ മീൻ 40 വയസ്സിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പൊ ഈ എക്സസൈസ് ചെയ്തത് കൊണ്ടും അതിനെക്കുറിച്ച് കുറച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈസി ആയിട്ട്, അതായത് നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വിത്തൗട്ട് എനി എക്സസൈസ് നമ്മൾ തടി കുറയ്ക്കാൻ പറ്റും, ഇല്ലാതൊന്നുമില്ല. പക്ഷേ നമ്മളത് നിർത്തി കഴിഞ്ഞാൽ, ആ കഴിക്കുന്നത് ഇൻടേക്ക് എടുക്കുന്നുണ്ടല്ലോ, അത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തടിക്കും. അത് 100% ഉറപ്പാണ്. അപ്പൊ എന്റെ അനുഭവം കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്റെ അനുഭവത്തിൽ ഒരുപാട് പൈസ, ഒരുപാട് cash ഞാൻ ചെലവാക്കിയിട്ടുണ്ട് തടി ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അതൊക്കെ ഫെയിൽ ആയിട്ടേ ഉള്ളൂ. പിന്നെ മനസ്സിലായി അതൊന്നും ഒരു നിരന്തരമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല തടി കുറയ്ക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ 3 years ബിഫോർ ഞാൻ ഇവിടെ ജിമ്മിൽ ചേർന്നത്. എന്താ പറയാ, ആ ജിമ്മിൽ പോണ വരയ്ക്കും എനിക്ക് സത്യം പറയാലോ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു ഞാൻ തടി കുറയും എന്നുള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് അങ്ങനെ നോക്കിയിട്ടുണ്ട്, എന്നിട്ട് തടി കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ എന്താ പറയാ, അവിടെ ചെന്നു. അവിടുത്തെ മാം, പേര് സത്യ എന്നാണ്, സത്യ മാം, ഇപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അവരുടെ ഗൈഡൻസ് ആണ് ഞാനിപ്പോൾ ഈ ഇത്രയും ഒരു 21 കിലോ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസ് മാത്രമാണ്. അവരുടെ ഇവിടെ ജിമ്മിന്റെ പേര് ശ്രീ സ്ലിം എന്നാണ് കേട്ടോ. ശ്രീ സ്ലിം എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ചോദിക്കും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് മാമിനോട്. കാര്യം പലരും, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് തടി ഉള്ളത് കൊണ്ട് തന്നെ. ഒരുപാട് ബോഡി ഷേമിങ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യം പറയാ വെച്ചാൽ മാമിന്റെ സംസാരവും അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ്, എന്താ പറയുക, നമ്മളോടുള്ള അപ്രോച്ചൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ ആ മാമിനോട്. താങ്ക്സ് എ ലോട്ട്. എന്നെ സത്യ മാം ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഗൈഡ് ചെയ്തതിനും എന്നെ ഈ ഒരു രീതിയിൽ തടി കുറയ്ക്കാൻ സഹായിച്ചതിനും. ശ്രീ സ്ലിമിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇനി ഒരുപാട് പേര് വന്ന് ഇതേപോലെ തടിയൊക്കെ കുറച്ച് പോട്ടെ എന്ന്, ഫിറ്റായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പം മാമിന് സ്പെഷ്യലായിട്ട് താങ്ക് യു
താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഈ കുടിക്കുന്നത് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആണ്. എസ്പെഷ്യലി ഇപ്പോൾ സമ്മർ ആവാൻ പോവാണ്, തുടങ്ങി അല്ലേ, ചൂടൊക്കെ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അത്. ക്യാരറ്റ് ബദാം ഖീർ എന്നാണ് പേര്. എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അതിന്റെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ക്യാരറ്റും ബദാമും ആണ്. അപ്പൊ ഞാനിത് കുടിച്ച് തീർക്കുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങളതൊന്ന് കണ്ടിട്ട് വന്നോളൂ, ഇതിന്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നോളൂ. കുട്ടികൾക്ക് അപ്പോൾ നിങ്ങൾ റെസിപ്പി കണ്ടല്ലോ, കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഈസി ആണല്ലോ റെസിപ്പി, ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പൂജയുണ്ട്, ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് പൂജയുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. ഇനി അപ്പോൾ ഇത് ട്യൂസ്ഡേ ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഞാൻ ഇതുപോലെ ട്രഷോൾഡ് പൂജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്യാറുണ്ട് ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളത് ചൊവ്വാഴ്ചയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ. അത് ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ട്രഷോൾഡ് പൂജ എങ്ങനെ ചെയ്യുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. നല്ലതാണ്, എല്ലാ പൂജകളും നല്ലതാണ്, എല്ലാ മതവും എല്ലാ വിശ്വാസങ്ങളും നല്ലതാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് പൂജയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് മതമായാലും ഏത് ദൈവമായാലും നമ്മൾ ആ ഒരു പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന് വന്നപ്പോൾ ഇത് ഞാൻ ചെയ്തു, അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തമായിട്ട് ഈ ഒരു ദിവസം നമുക്ക് എന്താ പറയുക, ഓരോരുത്തർക്കും അല്ലേ, ഓരോരുത്തരുടെ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോഴും ഒരു സന്തോഷമാണല്ലോ. ഒരു സന്തോഷം, ഒരു എന്താ പറയുക, അതിലും ഒരുപാട് പേര് വിഷ് ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് കൂടെ ഞാൻ പറയുകയാണ്. അതിപ്പോൾ എൻ്റെ കോളേജ് ഗ്രൂപ്പായാലും ശരി, കോളേജ് വാട്സപ്പ് ഗ്രൂപ്പായാലും ശരി, 10th വാട്സപ്പ് ഗ്രൂപ്പായാലും ശരി, ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബേക്കറി ഐറ്റം കാണിക്കാനാണ്. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ക്രസന്റ് എന്ന് പറയൂലേ, ക്രസന്റ് അതന്നെയാണ് തോന്നുന്നു പറയാ. ഞാൻ പറഞ്ഞതിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എഴുതി കാണിക്കാം കേട്ടോ, അവിടെ എവിടെയെങ്കിലും എഴുതി കാണിക്കാം. അതാണ്, അതായത് ഒരു ബേക്ക്ഡ് ഐറ്റം ആണ്. പത്തിമാവൊക്കെ കുഴക്കില്ലേ, അതേപോലെയാണ്
ഒരു മാവ് കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഒറിജിൻ വന്നിട്ട് ഓസ്ട്രേലിയ ആൻഡ് ഫ്രാൻസ് അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയൻ ഫുഡാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ബേക്കറീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കാം. അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. എളുപ്പമാണ് കേട്ടോ, ഉണ്ടാക്കാൻ എളുപ്പമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കില്ലേ, അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ബർത്ത്ഡേ സ്പെഷ്യൽ എന്നൊക്കെ വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത്, സ്റ്റാർ ബർത്ത്ഡേ അല്ല. അപ്പോൾ എന്താ പറയുക, നക്ഷത്രം വരുമ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ പോവുക, പിന്നെ സദ്യ ഒരുക്കുക ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആയതുകൊണ്ട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. വീട്ടിൽ പൂജ ചെയ്തു, പ്രാർത്ഥിച്ചു, പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെന്താ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി, ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ വീഡിയോയുടെ അവസാനത്തിലും എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് അത് പറയണില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബർത്ത്ഡേ വിഷസ് തന്നെ മതിയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമാവാനായിട്ട്. അതുതന്നെയാണല്ലോ ഏറ്റവും വലിയതായിട്ട് എനിക്ക് തോന്നുന്നത്. അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ എനിക്ക് വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇത് കൂടെ ഞാൻ പറയുകയാണ് കേട്ടോ, ഒരുപാട് നന്ദി. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷ് ചെയ്യൂ, അത്രേ ഉള്ളൂ. താങ്ക് യു.